ഹലോ, ഇതെൻ്റെ യൂട്യൂബ് ചാനൽ ഏറ്റവും ഫസ്റ്റത്തെ ലോങ് വീഡിയോ ആണ്. ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് ലോങ് വീഡിയോസ് എടുത്തിടണമെന്ന്. പക്ഷെ എനിക്ക് എന്തോ ഒരു പറയാനുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ടും പിന്നെ എനിക്കെന്തോ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു. പിന്നെ എന്തായാലും ഇവിടെ സൺഡേ ആണ്, അപ്പോൾ ഞാൻ എന്തായാലും പുറത്തേക്ക് പോകണം. എന്നാലും ഞാൻ വിചാരിച്ചു എന്താണ് അത് ഫുള്ളായിട്ട് കവർ ചെയ്തൊരു ലോങ് വീഡിയോ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്കറിയില്ല ഞാൻ പറയുന്നതിലോ അല്ലെങ്കിൽ എൻ്റെ ചില കാര്യങ്ങളിലൊക്കെ ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഉണ്ടായിരിക്കും. ബട്ട് ഐ വിൽ ഇംപ്രൂവ് ദാറ്റ് ഇൻ ഫ്യൂച്ചർ. അപ്പം എന്തായാലും അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സ്. എന്താ പറയുക, ഞാനൊരു സ്കേർട്ടും കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇതാണ് എൻ്റെ ഇന്നത്തെ ഡ്രസ്സ്. ഞാനൊരു സ്കേർട്ട് ഞാൻ ഇവിടെ നിന്ന് എടുത്തതാണ്. പിന്നെ ഇത് ഞാൻ ഇവിടുത്തെ ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് എടുത്തതാണ്. ദെൻ മൈ ഓൾ ജ്വല്ലറീസ് എല്ലാം ഞാൻ ഇവിടെ നിന്ന് തന്നെയാണ് എടുത്തത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഡ്രസ്സ്. ഐ തിങ്ക് ഐ എം പ്രിറ്റി, ഐ ഡോണ്ട് നോ. നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക എന്നെ കാണാൻ ഭംഗിയുണ്ടോ ഈ ഡ്രസ്സിൽ. അപ്പം എന്തായാലും നമുക്ക് പോവാം. ഓക്കെ, എന്തായാലും ഒരു സ്ഥലം വരെ പോവല്ലേ എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ചോക്ലേറ്റ് ബോക്സും കൂടി എടുത്ത് കൈ പിടിച്ചു. ഞങ്ങൾ പോണ വഴിക്ക് തന്നെ ഞങ്ങൾ ഗൂഗിളിലൊക്കെ നോക്കി ഒരു സ്ഥലം, ഒരു കോഫി ഷോപ്പിലേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങളവിടെ എത്തിയപ്പോൾ ഏതാണ്ട് 2 മണിക്ക് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ 3 മണിക്ക് അത് അവർ ക്ലോസ് ചെയ്യുമായിരുന്നു. പോരാ, അത് മാത്രമല്ലാണ്ട് അവരുടെ എന്തോ മെഷീനും കൂടി കേടായിരുന്നു. അപ്പോൾ അവർ ലിമിറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ അവിടെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. എങ്കിലും ഞങ്ങൾ തിരിച്ചു പോകാനൊന്നുമില്ല, കാരണം ഓൾമോസ്റ്റ് ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾക്ക് ഇഷ്ടമുള്ള 2 ഡ്രിങ്ക് ഓർഡർ ചെയ്തു. അതിൽ എൻ്റെ എന്തോ ഒരു പിസ്ത അങ്ങനെ എന്തോ ഒരു സംഭവമായിരുന്നു, എനിക്കിപ്പോൾ കറക്റ്റ് ഓർമ്മയില്ല. പക്ഷേ എൻ്റെ ഡ്രിങ്കാണ് ഇപ്പോൾ അതിൽ ഇപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്നത് കാണുന്നത്. ഇപ്പോൾ എൻ്റെ ഡ്രിങ്ക് ഉണ്ടാക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ എന്താ പിസ്ത ആയതുകൊണ്ട് എന്തോ പച്ച കളറിൽ ഒഴിക്കണമൊക്കെ ഞാൻ കണ്ടു. അത് തന്നെ ഇപ്പം എൻ്റെ ഡ്രിങ്ക് തന്നെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഇതെൻ്റെ തന്നെയെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ പക്ഷെ എനിക്ക് ഇഷ്ടമായി. എന്താ പറയുക, ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവം ട്രൈ ഞാൻ കേട്ടിട്ടുണ്ട് ഈ സംഭവം. പക്ഷെ ഞാൻ അങ്ങനെ ഒന്നും ട്രൈ ചെയ്യാറില്ല. പുതിയതായിട്ട് ഞാനൊന്നും ട്രൈ ചെയ്യാറില്ല. എനിക്കെപ്പോഴും എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സാധനങ്ങളുണ്ട്, അത് തന്നെ ഞാൻ സ്ഥിരമായി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനൊന്നും പുതിയതായിട്ടൊന്നും കഴിക്കാനൊന്നും ശ്രമിക്കാറില്ല. പക്ഷെ ഇത് ഞാനത് കുടിച്ചു നോക്കി, എനിക്ക് ഭയങ്കര ഇഷ്ടമായൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. വല്ലപ്പോഴൊക്കെ നമുക്കൊന്ന് മാറ്റി ട്രൈ ചെയ്യാം, അത്ര തന്നെ. അങ്ങനെ അതൊക്കെ കുടിച്ച് ഞാൻ കുറേ അങ്ങോട്ട് നോക്കും, ഇങ്ങോട്ട് നോക്കും. പിന്നെ അവിടെ കുറേ ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മൊത്തത്തിൽ അവിടുത്തെ ഒരു ആംബിയൻസൊക്കെ ഭയങ്കര ഇഷ്ടമായി. അതായത് അവിടെ എന്തോ ഇങ്ങനെ പെയിൻറ്റിങ്ങോ അങ്ങനെ എന്തോ ഒരു സംഭവമൊക്കെ ഏതൊരു അപ്പൂപ്പനെയൊക്കെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കുടിച്ച് ഡ്രിങ്കിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചു വെറുതെ ഒരു ഭംഗിക്ക്. പിന്നെ അതുപോലെ തന്നെ ഞാനും കുറച്ച് ക്യൂട്ട്നെസ് അവിടെ വാരി വെതറുണ്ടായിരുന്നു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എന്താ പറയുക, ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. ലൈക്ക് ഓൾമോസ്റ്റ് 1 മണിക്കൂർ തന്നെ ഇരുന്നിട്ടുള്ളൂ, കാരണം അവർ ഓൾമോസ്റ്റ് ക്ലോസ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ക്യൂട്ട്നെസ്സൊക്കെ വാരി വിതറി അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി. എൻ്റെ കുറേ വീഡിയോസും അതുപോലെ തന്നെ എൻ്റെ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ ഞാനെടുത്ത ഫോട്ടോസാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. അതെ, ഞാൻ ക്യൂട്ട്നെസ് വാരി വിതറുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റത്തെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് കാണുന്നത്, പിന്നെ കുടിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് കാണുന്നത്, പിന്നെ കുടിച്ചിട്ട് ഇറക്കണോ ഇതാക്കുന്നോ എന്നിരിക്കുന്നത് തന്നെയാണ് കാണുന്നത്. പിന്നെ എന്താ എന്നെ കാണുന്നത്, കുടിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ വീണ്ടും നിങ്ങൾ കാണുന്നു. പിന്നെ വെറുതെ ഇരിക്കുന്ന എന്നെ കാണുന്നു. പിന്നെ മുടി ശരിയാക്കുന്ന എന്നെ കാണുന്നു. പിന്നെ ചിരിക്കുന്ന എന്നെ കാണും. വീണ്ടും ക്യൂട്ട്നെസ്. അങ്ങനെ പല വിധത്തിലുള്ള എന്നെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. പിന്നെ വീണ്ടും ഞാൻ കുറച്ച് പ്രകൃതി ഭംഗി ആസ്വദിക്കാമെന്ന് വിചാരിച്ചു. ആ പെയിൻറ്റിങ് എന്തായിരിക്കും, അല്ലെങ്കിൽ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്, പെയിൻറ്റിങ് തന്നെയാണോ എന്നുള്ളൊരു സംശയത്തിൽ ഞാൻ ആ പൂപ്പനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു ഫോട്ടോ എടുക്കാമെന്ന് എനിക്ക് തന്നെ തോന്നി. ഞാനെന്താ ക്യൂട്ട്നെസ് മാറ്റി കുറച്ച് ആറ്റിറ്റ്യൂഡൊക്കെ ആക്കാമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനത്തെ കുറച്ച് ഫോട്ടോസ് എടുക്കും. പിന്നെ കുറച്ച് ചിരിക്കും, പിന്നെ കുറച്ച് കൂടുതലുള്ള ആളെ ബുദ്ധിമുട്ടിച്ച് വെറുപ്പിക്കും, തട്ടിക്കളിക്കും. പിന്നെന്താ എങ്ങനെയൊക്കെ നമുക്കത് മനോഹരമാക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. നമ്മളിതിൻ്റെ ഫസ്റ്റത്തെ ലോങ് വീഡിയോ കൊണ്ട് എങ്ങനെയൊക്കെ ക്ലിപ്പ് എടുക്കണമെന്ന് എനിക്ക് യാതൊരു വക ബോധമില്ല. പിന്നെ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ കാണിച്ച് 2-3 ക്ലിപ്പ് എടുക്കട്ടെ എന്ന് ഞാൻ മനസ്സിലിങ്ങനെ വിചാരിച്ചു. അങ്ങനെ കൂടുതലുള്ള ആളെ വെറുപ്പിച്ചതിന് ശേഷം എനിക്ക് ക്ഷീണമായി. പിന്നെ ഇനി എങ്ങനെയൊക്കെ അടുത്ത ക്യൂട്ട്നെസ് വാരി വിതറാം എന്നുള്ളൊരിതായി. അപ്പം ഞാൻ സ്ഥലം മാറിയിരുന്നു. ഇനി അവിടെ ഇരുന്നു കൊണ്ട് ക്യൂട്ട്നെസ് വാരി വിതറാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ കുറച്ച് നേരം അത് കുടിക്കും, ഞാൻ ആലോചിക്കും എങ്ങനെ പോസ് ചെയ്യും, എങ്ങനെ ഫോട്ടോസ് എടുക്കും എന്നും ഒരു ചിന്തയിലാണ് ഞാൻ ഇരിക്കുന്നത്. അങ്ങനെ ഞാൻ എടുത്ത 2ാമത്തെ സ്ഥലം മാറി ഇരുന്നിട്ട് ഞാൻ എടുത്ത ഫോട്ടോസിലാണ് ഈ കാണുന്നത് പുച്ഛം. ഏതത് ഇതെന്ന് എനിക്കറിയില്ല, ഏതാ ഭാവം എന്ന് എനിക്ക് തന്നെ അറിയില്ല. പക്ഷെ 2ാമത്തെ ക്യൂട്ട്നെസ് അതെനിക്കറിയാം. ആദ്യത്തെ എന്താണെന്ന് എനിക്കറിയില്ല.
അങ്ങനെ വീണ്ടും ഞാൻ ബിൽഡിങ്സിൻ്റെ ഒരു ഇതിലേക്ക് പോയി. അതായത് ഞാൻ നിലപ്പുള്ള സിറ്റിയിൽ ഇങ്ങനെ ഒന്നുമില്ല, ഭയങ്കര എന്താ പറയുക, എന്തോ പോലെയാണ് ഇവിടെ. പക്ഷെ ഞാനപ്പോൾ വേറെ സ്ഥലത്തേക്ക് പോകുമ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് അങ്ങനെ വലിയ വലിയ ബിൽഡിങ്സൊക്കെ കാണാനായിട്ട്. അങ്ങനെ പരിപാടി അവസാനിപ്പിച്ച് പോവാണ്. അപ്പോൾ ബൈ.